CGST officers, we shall now present the commendation certificates to a few of our excellent officers. May I again request the Honorable be embarked on a journey to find those diamonds in the rough. ഇന്ത്യയിലാകെയുള്ള ജി എസ് ടിയുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ജി എസ് ടി കൗൺസിൽ അംഗം എന്ന നിലയിൽ അഭിമാനത്തോടെ പറയട്ടെ, നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ന്യായമായ കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് 2/3 ഓഫ് ദി consumption is coming from outside and 1/3 of that consumption is we are making from here. So naturally the IGST part should be more. That is not coming. These kind of issues are there. അത് നമുക്ക് നന്നായി നടത്താൻ പറ്റും. ഏതായാലും ജി എസ് ടി ഒരു ആളുകൾക്ക് കുറച്ചുകൂടി സൗഹൃദപരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യമായിട്ടാണ് അപ്പലറ്റ് സമ്പ്രദായം ഇപ്പോൾ കൊണ്ടുവന്നത്. കേരള ജി എസ് ടിയെ സംബന്ധിച്ച് കേരള ജി എസ് ടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും സെൻട്രൽ ഡിപ്പാർട്ട്മെന്റും വളരെ സൗഹാർദ്ദത്തിൽ പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച് ആലോചിച്ചാണ് പോകുന്നതെന്നാണ്. അതിന് ഞാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ജി എസ് ടി സെൻട്രൽ ജി എസ് ടി ഉദ്യോഗസ്ഥന്മാരെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ബിക്കോസ് സെൻട്രൽ ജി എസ് ടി ആൻഡ് സ്റ്റേറ്റ് ജി എസ് ടി ദർ ഇസ് എ വെരി ഗുഡ് കൊളാബറേഷൻ ആൻഡ് കോപ്പറേഷൻ ബിറ്റ്വീൻ us. And many of the things which we are getting from them, the ideas which we are also sharing some of the things. And we introduce the restructuring first in the country. We have a very good audit system. Then investigation and intelligence system is there, and our generally all three sectors, general taxpayer services is there. So many states are sending their delegation, and even the central government offices are also sending their people to study how we are doing. So the experience which we are having related to the auditing, after introducing the auditing system, we were successful in doing something in reversal also. Those like BSSC അവർക്ക് 150 കോടി ടാക്സ് കൊടുത്തിട്ട് കൊണ്ടുവന്നൊരു സാധനമുണ്ട്. പക്ഷെ അവർ ബിസിനസ് അല്ലാത്തതുകൊണ്ട് അവരതിൻ്റെ റിട്ടേൺ ഇവിടെ സമർപ്പിക്കില്ല. റിട്ടേൺ സമർപ്പിക്കുമ്പോൾ ഇത്രയും കേരളത്തിലേക്ക് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിവേഴ്സൽ ഇവിടെ കിട്ടും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഏകദേശം 1000 കോടി രൂപ ഓഡിറ്റ് സിസ്റ്റവും കൂടി ഇന്റലിജൻസും കൂടി സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് റിവേഴ്സൽ ഉൾപ്പെടെ കിട്ടാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ പരസ്പരം സഹകരിക്കുന്നതുകൊണ്ട് സ്റ്റേറ്റുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി മറ്റു മേഖലകളിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് വളരെ സൗഹാർദ്ദത്തോടുകൂടി എല്ലാ കാര്യങ്ങളിലും പരസ്പരം സഹകരിക്കുന്നതാണ് സ്റ്റേറ്റ് സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ. ഇത് കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇനി കഴിയട്ടെ. ഈ ജി എസ് ടി ദിനത്തിൽ നമ്മുടെ നിലവിലുള്ള എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ വി ക്യാൻ റെക്ടിഫൈ ലോട്ട് ഓഫ് തിങ്. ആൻഡ് നമുക്ക് ഇതിന്റെ ഭാഗമായി വരുന്ന എല്ലാ നേട്ടങ്ങളും നമ്മുടെ സമൂഹത്തിനാണ്. നല്ല ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന നിലയിൽ തന്നെ ടാക്സ് കൊടുക്കുക എന്നുള്ളത് ഉത്തരവാദിത്വമാണ്. ടാക്സ് നന്നായിട്ട് ശേഖരിക്കുക എന്നുള്ളത് വികസനത്തിന് വേണ്ടി അത് ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതനുസരിച്ച് കൊണ്ടുപോകാൻ കഴിയട്ടെ. ജി എസ് ടി ദിനത്തിൽ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ തിരിച്ചറിവ് ഓരോ ഭാരതീയനും ഉണ്ടാകേണ്ടതാണ് എന്നതാണ് വാസ്തവം. നേരിട്ട് അതിർത്തിയിൽ ചെന്ന് നമ്മുടെ ജീവൻ കാക്കുന്നവരോടൊപ്പം സേവിക്കാനായില്ലെങ്കിലും കുറഞ്ഞ പക്ഷം അവർക്ക് പരോക്ഷ പ്രേരണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് അവർക്ക് പിന്തുണയാവാനെങ്കിലും എൻ്റെ യൂണിഫോം കൊണ്ട് അവരോടൊപ്പം ഞാൻ ദ്രാസ്, ലേ, ലഡാക്ക്, കാശ്മീർ, ജമ്മു തുടങ്ങിയ സേവന മേഖലകളിൽ ചെന്ന് നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്കാവുന്നുണ്ടെങ്കിൽ അണ്ണാറക്കണ്ണനും തന്നാലായതും എന്ന നിലയ്ക്ക് ഞാൻ തൃപ്തനാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ടാക്സ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരോടുള്ള എൻ്റെ സമീപനവും. ആദായ നികുതിയുടെ കാര്യത്തിലും സേവന നികുതിയുടെ കാര്യത്തിലും ഞാൻ പരമാവധി സുതാര്യതയും കൃത്യതയും പാലിച്ചുകൊണ്ട് എന്നെ മാതൃകയാക്കുന്ന അനേകർക്ക് പ്രചോദനവും പ്രേരണയാകാനാണ് ശ്രദ്ധിക്കാറുള്ളത്. രണ്ട് കാര്യങ്ങളും രാഷ്ട്ര സേവനത്തിന്റെ ഭാഗം തന്നെയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വീഴ്ച വരുത്താതെ നികുതി അടയ്ക്കുകയും റിട്ടേൺ സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു ദിവസം മുമ്പ് രാജ്യത്തിന് കൊടുക്കാനുള്ള എൻ്റെ പങ്ക് കൊടുക്കണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. എൻ്റെ മനസ്സറിയാവുന്ന എൻ്റെ സാമ്പത്തിക നികുതി കാര്യങ്ങൾ നോക്കുന്നവർക്ക് അത് എന്നെക്കാൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ തിരക്കിൽ ഞാൻ മറന്നാലും എൻ്റെയും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫീസ് എന്നെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കേണ്ട നികുതിയുടെ കാര്യത്തിൽ എൻ്റെ പക്ഷത്ത് നിന്നൊരു വീഴ്ച വരുത്താതെ നാളിതുവരെ അവർ നിഷ്കർഷ പാലിച്ചിട്ടുണ്ട്. KMML of Kollam Division, TMM Hospital of Pathanamthitta Division, Indus Towers Limited of Kakinad Division,
Sri S. Shivakumar, Superintendent of Audit Circle 1, Thiruvananthapuram. Sri Naveen Kumar, Superintendent Audit Circle 5, Perumbavoor. Sri Vinod Kumar VV, Superintendent Audit Circle 8, Kozhikode. Second prize for Neeraj S. Nair and Sarthak V. Nair of Arya Central School. Result of extempore competition. First prize goes to Jeffrey Rehan Matthews of St. Thomas Central School. Third prize to Abhimanyu MS, Kendriya Vidyalaya Patam Shift 2.